വലിയൊരു എക്സ്പോണൻ്റ് നമ്പർ തന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ ഏത് നമ്പർ ആയിരിക്കുമെന്ന് കണക്കാക്കാൻ ചില ചോദ്യങ്ങൾ വരാറുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ബേസ് നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് മാത്രം ശ്രദ്ധിക്കുക. ഈ ബേസ് നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 0, 1, 5, 6 ഇതിലേതെങ്കിലും ഒരു നമ്പറാണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റിലും ഇതേ നമ്പറുകൾ തന്നെയായിരിക്കും, പവർ ഏതാണെങ്കിലും. അതേസമയം ഈ ബേസ് നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 4 വന്നാൽ നിങ്ങൾ ഇതിൻ്റെ എക്സ്പോണൻ്റ് നോക്കുക, അല്ലെങ്കിൽ പവർ നോക്കുക. ഈ പവർ ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ ആ സംഖ്യയുടെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 4 തന്നെയായിരിക്കും. അതേസമയം ഈ പവർ ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ ആ സംഖ്യയുടെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 6 ആയിരിക്കും വരിക. ഇതേപോലെ തന്നെയാണ് ബേസ് നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 9 ആണെങ്കിൽ എക്സ്പോണൻ്റ് ഓഡ് നമ്പർ ആണോ എന്ന് നോക്കുക. ഓഡ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 9ഉം, അതേസമയം എക്സ്പോണൻ്റ് ഈവൻ നമ്പർ ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 1ഉം ആയിരിക്കും വരിക. ഇനി 2, 3, 7, 8 ഇതിലേതെങ്കിലും ഒരു നമ്പറാണ് ബേസിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നതെങ്കിൽ സംഗതികൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ തന്നിരിക്കുന്ന നമ്പറിൻ്റെ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ റിമൈൻഡർ 1 ആണ് കിട്ടുന്നതെങ്കിൽ ബേസിൻ്റെ യൂണിറ്റ് നമ്പർ തന്നെയായിരിക്കും പ്രോഡക്റ്റിൻ്റെയും യൂണിറ്റ് നമ്പർ, അതിൽ മാറ്റമുണ്ടാവുന്നില്ല. ഇനി എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് റിമൈൻഡർ 2 കിട്ടിയാലോ? ബേസിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 2ഓ 8ഓ ആണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് പ്ലേസിൽ അത് 4 ആയിരിക്കും. അതേസമയം ബേസിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 3ഓ 7ഓ ആണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 9 ആയിരിക്കും. അടുത്ത കേസ് തന്നിരിക്കുന്ന നമ്പറിൻ്റെ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ 3 ആണെങ്കിൽ ബേസ് നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 2 ആയിരിക്കുമ്പോൾ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 8 ആയിരിക്കും. ബേസിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 3 ആണെങ്കിൽ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 7 ആയിരിക്കും. ഇനി ബേസിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 7 ആണെങ്കിൽ പ്രോഡക്റ്റിൽ അത് 3 ആയിരിക്കും. 8ന് പ്രോഡക്റ്റിൽ യൂണിറ്റ് ഡിജിറ്റ് 2ഉം ആയിരിക്കും. അവസാനമായി നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ എക്സ്പോണൻറ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിയാൽ എന്ത് ചെയ്യണം? ബേസിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 2ഓ 8ഓ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 6 ആയിരിക്കും. അതുപോലെ ബേസിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 3ഓ 7ഓ ആണെങ്കിൽ അതിൻ്റെ പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 1 ആയിരിക്കും.